പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിൽ ഇന്ന് പപ്പാച്ചി സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 1 കിലോയോളം ബീഫ് നമ്മൾ ചെറുതായിട്ട് ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മളിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ 20 അല്ലി വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. 1 തണ്ട് വേപ്പില, പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് 7 സവാളയാണ് നമ്മളിതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും വലിപ്പമുള്ള ഇഞ്ചിയാണ്, ചെറുതായിട്ട് നുറുക്കി വയ്ക്കുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കടുക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇനി നമ്മളുടെ ബീഫ് ഫ്രൈ നമ്മൾ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിനി കാണാവുന്നതാണ്. ഇപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബീഫ് നമ്മൾ ഒരു ഇൻഡാലത്തിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങളെടുക്കുന്ന ഏത് പാത്രമായാലും കുഴപ്പമില്ല, അതിനകത്തേക്ക് മാറ്റുക. അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ബീഫ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ബീഫിൽ തന്നെയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ബീഫ് ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചീഞ്ചട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അപ്പം നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 തണ്ട് വേപ്പിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. അതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരക പൊടി ചേർക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മളിതൊന്ന് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മുന്നേ വേവിച്ച് വെച്ച ബീഫിലേക്ക് നമ്മളുടെ ആ മിശ്രിതം, നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മിശ്രിതം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളതിനകത്തേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നമ്മൾ അരപ്പ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചീഞ്ചട്ടിക്കകത്ത് നമ്മൾ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഒഴിക്കാവുന്നു. മെയിനായിട്ട് നമ്മളുടെ അരപ്പെല്ലാം ഇതിനകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഗ്ലാസോളം വെള്ളം ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്ലെയിമിൽ ഇതൊന്ന് ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടാക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തു. നമ്മൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചുറ്റിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കുറച്ചുകൂടി രുചി കിട്ടും. ഇതാവശ്യമുള്ളവർ മാത്രം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്.
ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലത്തും നമ്മൾ ബീഫ് ഫ്രൈ എന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു ബീഫ് റോസ്റ്റാണ്. പലപ്പോഴും നമ്മൾ ബീഫ് ഫ്രൈ എന്നും ബീഫ് റോസ്റ്റ് മാറി മാറി വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈ അഥവാ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, പപ്പാച്ചി നമ്മളെ പഠിപ്പിച്ചു തന്നു വളരെ എളുപ്പത്തിൽ ബീഫ് ഫ്രൈ എങ്ങനെ പാചകം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വട്ടം അടുത്ത സ്പെഷ്യലുമായി കാണുന്നത് വരെ പപ്പാച്ചീസ് കിച്ചണിൽ നിന്നും ഗുഡ് ബൈ.